എന്നാലും ഈ ആഴ്ച 3 ക്യാപ്റ്റന്മാരാണ് എന്നാലും ബിഗ് ബോസ് ഹൗസിലുള്ളത്. ആര്യൻ, അക്ബർ, നെവിൻ. ഇതിനെ ചൊല്ലി തന്നെ പല രീതിയിലുള്ള അഭിപ്രായം എന്തായാലും ആൾക്കാർക്ക് ഉണ്ട്. പ്രത്യേകിച്ച് നമുക്കറിയാം ഇവരെന്തായാലും ഒരു ഗ്യാങ്ങും കൂടിയാണല്ലോ, ഒരു ഗ്രൂപ്പ് തന്നെയാണ്. ആര്യൻ ആയിക്കോട്ടെ, നെവിൻ ആയിക്കോട്ടെ, അക്ബർ ആയിക്കോട്ടെ, ഇവർ അവർക്കിടയിൽ ഒരു കെമിസ്ട്രി ഉണ്ടാവുകൊണ്ട് തന്നെ ഒരു ഗ്യാങ് ആയിട്ട് കളിക്കാനുള്ള ഒരു സാധ്യതയുണ്ട് എന്നുള്ള പലർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ്. അനുമോളാണെന്നുണ്ടെങ്കിലും അതിനെതിരെയൊക്കെ തമാശ രൂപയാണെന്നുണ്ടെങ്കിലും സംസാരിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. നമുക്കറിയാം അനുമോളും നെവിനുമായിട്ടുള്ള കെമിസ്ട്രി ആയിക്കോട്ടെ, അല്ലെങ്കിൽ അനുമോളും അക്ബറുമായിട്ടുള്ള കെമിസ്ട്രി ആയിക്കോട്ടെ, അല്ലെങ്കിൽ ആര്യനുമായിട്ടുള്ള കെമിസ്ട്രി ആയിക്കോട്ടെ, ഇതെല്ലാം കുറച്ച് പ്രശ്നത്തിലാണല്ലോ. നെവിനുമായിട്ടും അക്ബറുമായിട്ടൊക്കെ വലിയ രീതിയിലുള്ള ഒരു ഈഗോ ക്ലാഷും മറ്റു പ്രശ്നങ്ങളും എല്ലാം അനുമോൾക്ക് നിരന്തരം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതാണ്. സോ ഇവരെല്ലാവരും ഒരേ സമയത്ത് ക്യാപ്റ്റനായി വരിക എന്ന് പറയുന്നത് അനുമോളെ സംബന്ധിച്ചിടത്തോളം അത്രക്കൊരു നല്ലൊരു കാര്യമല്ല, അല്ലെങ്കിൽ അനുമോൾക്ക് അധികം അങ്ങനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അനുമോളാണ് ഏറ്റവും ശരി എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. കാര്യം അനുമോൾ ഒരു എക്സ്ട്രീമിസ്റ്റ് ആണല്ലോ, അത് എക്സ്ട്രീം ലെവലിൽ ഇരുന്നിട്ട് ഡ്രാമ കളിക്കുന്ന ഒരാളാണ്. അത് വർക്കാവുന്നവർക്ക് വളരെയധികം ഇഷ്ടപ്പെടുകയും വളരെയധികം ഫാൻ ബേസും സപ്പോർട്ടും എല്ലാം അനുമോൾക്ക് ഉണ്ടാവും. അതേസമയം ഇഷ്ടപ്പെടാത്തവർക്ക് വലിയ രീതിയിലൊരു ഹേറ്റും കാര്യങ്ങളും എല്ലാം ഈ പറയുന്ന അനുമോളോട് ഉണ്ടാവുക എന്ന് പറയുന്ന ഒരു റിയാലിറ്റി ആണ്. എന്തായാലും 3 ക്യാപ്റ്റന്മാർ ഒരേ സമയം ബിഗ് ബോസ് ഹൗസിൽ ക്യാപ്റ്റനായി നിൽക്കുക എന്നൊക്കെ പറയുന്നത് ബിഗ് ബോസ് ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ട് സംഭവിക്കുന്ന ഒരു കാര്യം കൂടിയാണ്. അതിൽ നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണോ? ഇത് ഒരു നല്ല രീതിയിലുള്ള ഒരു നീക്കമാണ് എന്ന് എനിക്ക് ഇന്നലെ തോന്നുന്നുണ്ടോ? അപ്പൊ നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിലും ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ ബിഗ് ബോസ് റിലേറ്റഡ് അപ്ഡേറ്റ്സും സിനിമ റിലേറ്റഡ് അപ്ഡേറ്റ്സും കാര്യങ്ങളും എല്ലാം ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കാവുന്നതാണ്.